കൃത്യമായിട്ട് ഈ ഒരു ഡെമോ കാണിച്ചു കൊടുത്താൽ അവർക്ക് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടും. കാര്യം എന്താ, മൊബൈൽ ഫോണിന്റെ അറ്റാക്ക് നല്ല രീതിയിൽ നമ്മളെ ഏൽക്കുന്നുണ്ട്. ആ ഡെമോ നമുക്കറിയാം അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കാലടിപ്പിച്ച് ആദ്യം അവരുടെ അടുത്ത് പറയുക, കാലടിപ്പിച്ച് വെക്കാൻ പറയുക. കൈ സ്ട്രൈറ്റ് നേടിക്കുക, കൈ സ്ട്രൈറ്റ് നേടിപ്പിടിക്കുക. മുട്ട് വളക്കണ്ട, കൈ വളക്കണ്ട. കാര്യം നമ്മുടെ ഒരു എനർജി വ്യത്യാസം അറിയാൻ വേണ്ടിട്ടാ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാത്തപ്പോഴും. ഓക്കെ, കാലൊന്ന് കറക്റ്റ് ആയിട്ട് അടുപ്പിച്ച് വെച്ചു. കാര്യം ഇങ്ങനെ കാലടപ്പിച്ച് വെച്ചാൽ ഇതൊരു ലോ പൊസിഷനാണ്. ശരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ പവർ കിട്ടുന്നത് അതറിയാം. നമ്മൾ ഈ ആദ്യത്തെ പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യം സെയിം തന്നെ കാണിക്കുന്നത്. എന്നിട്ട് പറയുക, അവരോട് പുഷ് ചെയ്യാൻ പറയുക. ഒറ്റയടിക്ക് അടിക്കരുത്, ഫുള്ള് ബലം കൊടുത്ത് പതിയെ പതിയെ ഫുള്ള് ബലത്തിലേക്ക് വരിക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇദ്ദേഹം നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് അതിന് തൊട്ട് മുമ്പ് കെട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊന്ന് ഡിസ്ചാർജ് ചെയ്യണം. കാര്യം ഇതൊന്ന് തൊട്ടാ ചാർജ് ആവും. പതിക്ക് ഫുൾ കൊടുത്തു, പുഷ് 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 പുഷ്. എത്ര കൊടുത്താലും സിമ്പിൾ ആണ്. ഇത് ഇദ്ദേഹത്തിന് കുഴപ്പമല്ല, ശരിക്കും നമ്മുടെ ബോഡി ഡിസോർഡർ ആണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ, പല പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. ഒന്നുകൂടെ നോക്കാം. ചില വ്യക്തികൾ പറയും, ഞാൻ ആദ്യം ബലം കൊടുക്കാൻ മറന്നുപോയി. ഒന്നുകൂടെ നോക്കാം. കൈ സ്ട്രൈറ്റ് കിട്ടിക്കും, സെയിം ആണ്. മുട്ട് വളക്കണ്ട, കൈ വളക്കണ്ട. ഓക്കെ, കാലടിപ്പിച്ച് വെച്ചു, സെയിം പൊസിഷൻ. ഓക്കെ, പുഷ് 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 പുഷ്. സിമ്പിൾ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു റിസ്റ്റ് ബാൻഡ് ആളുടെ കയ്യിൽ കെട്ടി കൊടുക്കും. ആരെങ്കിലും ഒന്ന് ഒന്ന് വണ്ടിയില്ല ഉമ്മ ആ ബാൻഡ് കെട്ടാണ് ഇടക്കേണ്ടത്. ഇത് കെട്ടണോട്ടോ, ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം. എന്ന് കെട്ടി ഈ ബാൻഡ് നീട്ടിക്കുന്നേ. ഇത് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് നടക്കുന്ന പോലല്ലേ? ആ ബെസ്റ്റ്, അടിപൊളിയാണ്. ആദ്യം നമ്മളെ ലൈഫ് വേണ്ടേ, എന്നിട്ട് നാട്ടുകാരല്ലേ? ഇത് കണ്ടോ, ഇത് കയ്യിൽ കെട്ടി അല്ലേ? ഒരു 10 പ്രാവശ്യം കയ്യിൽ ഇങ്ങനെ വെച്ച്. ഇത് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ വേണ്ടിട്ടാ. ഇവിടെ സംഭവിക്കുന്നത്, ഇതിൽ ഏകദേശം 33 മാഗ്നറ്റ് ഉണ്ട്. നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റിൽ എത്ര മാഗ്നറ്റ് ഉണ്ട്? 33 മാഗ്നറ്റ്. ഇതിന്റെ ഒരു ടച്ച് നമ്മുടെ ബോഡിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡിൽ അയൺ കണ്ടന്റ് ഉണ്ട്. ഈ അയൺ കണ്ടന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ലെൻസിൽ നിന്ന് ഓക്സിജൻ എടുത്ത് സെല്ലുകൾക്ക് സപ്ലൈ ചെയ്യുക, കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വേണ്ട സാധനങ്ങൾ സെല്ലുകൾ സപ്ലൈ ചെയ്യുക. പക്ഷേ ഇവൻ വീക്കാണ്. കാര്യം എന്താണ്, നമ്മൾ മണ്ണി ചവിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ജീവിക്കുന്നത് ഇരുമ്പ് കൂടിനുള്ളിലാണ്. കാര്യം ചുറ്റും ഇരുമ്പല്ലേ. മൂന്നാമത്തെ കാര്യം, മൊബൈൽ ഫോൺ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്, ടവർ റേഡിയേഷൻ, ഇതൊക്കെ കാരണം ഈ അയൺ കണ്ടന്റ് വീക്കാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ക്ഷീണം ഇല്ലേ? കാര്യം സെല്ലുകൾ ഓർഡർ അല്ല. പക്ഷേ ഇത് കെട്ടുമ്പോഴത്തേക്കും ഇവൻ എന്താവും, ഇവൻ ഉഷാറാവും. നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കും. നോക്കാം എന്തെങ്കിലും ഒരു മാറ്റം വന്നോ നോക്കാം. കാലടിപ്പിച്ചു സെയിം ആണ്. കാലടിപ്പിച്ചു, കൈ സ്ട്രൈറ്റ്, നേരത്തെ നോക്കാൻ സെയിം പ്രോസസ്, ഒരു മാറ്റമില്ല, സെയിം അല്ലേ? മുട്ട് വളക്കണ്ട, കൈ വളക്കണ്ട. ഓക്കെ, പുഷ് 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 പുഷ്. ഇതിപ്പോ അഴിച്ചു നോക്കുക. നേരത്തെ സിമ്പിൾ ആയിട്ട് പൊക്കി വെക്കുക. കൈ ഒന്നുകൂടെ നിൽക്കും. നിങ്ങൾക്ക് എന്റെ സംസാരം അത് നിങ്ങൾക്ക് നോക്കാം. ചില ആൾക്കാർ കുറെ അഭിനയിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ചോദിച്ചാൽ മനസ്സിലാവും ഇതിന്റെ വിഷമം അല്ലേ? നമ്മുടെ കൈ പോകും അല്ലെ? അധികം പുഷ് 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 പുഷ്. ഇത് അഴിച്ചാലും ബോഡി ഓർഡർ അല്ലേ? ആദ്യം കിട്ടിയതിനേക്കാളും അവർ പവർ കിട്ടുന്നുണ്ട് അല്ലേ? ഒരു മിസ് കോൾ കൊടുത്തിട്ട് അതിന് ഫോൺ ഉണ്ടാ നമ്പർ ഉണ്ട്, ആരെങ്കിലും നമ്പർ ഒരു മിസ് കോൾ ഒരു മിസ് കോൾ എന്റെ ഫോണിലേക്ക് എന്റെ ഫോൺ അവിടെ ഒരു ആരെങ്കിലും മിസ് കോൾ കൊടുക്കും. ഓക്കെ, ഒന്ന് കാണിച്ചു ഫോൺ കോൾ ഒരൊറ്റ മിസ് കോൾ. ഫോൺ കാണിച്ചു നമ്മുടെ കയ്യിൽ നമ്മൾ ഈ ഡെമോ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചേക്കണേ. ഓക്കെ, നേരത്തെ തോന്നുന്നു സ്ട്രൈറ്റ് നിൽക്കാം. നമുക്കൊരു എനർജി കിട്ടി അല്ലേ? ഇനി ഒന്ന് സ്ട്രൈറ്റ് നിൽക്കും, മുട്ട് വളക്കണ്ട, കൈ വളക്കണ്ട. ഇനി ഒന്ന് അധികം ഞാൻ കൈ വിടുന്ന ഫുള്ള് അധികം. ഞാൻ വേണമെങ്കിൽ വിരലിൽ നോക്കാം. നമ്മൾ മനസ്സിലായ അല്ലേ? ഒരൊറ്റ മിസ് കോൾ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ എനർജി നോക്കി എന്ന് വെച്ചാൽ ഒരൊറ്റ മിസ് കോൾ മതി നമ്മുടെ ആ ഒരു സർക്കുലേഷൻ ഡിസോർഡർ ആയി പോയി.